അപ്പോൾ ഞങ്ങള് കുഞ്ഞാവയ്ക്ക് വാക്സിൻ എടുക്കാൻ പോകുന്നതാണ്. എല്ലാവരും ഈ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ അമ്മച്ചി ആദ്യം കൂടെ വീട് വരെ ഒന്ന് പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്. ഇന്ന് ഡിസ്ചാർജ് ആയി, പക്ഷെ നമ്മൾ വാക്സിനൊക്കെ എടുത്തിട്ട് ഒരു ഉച്ചയാവുമല്ലോ. ഉച്ചയാകുന്നതുകൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ രാത്രിയാവും. നമുക്ക് നാളേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുഞ്ഞാവനെ കൊണ്ടുപോയി നമുക്ക് വാക്സിൻ ഒക്കെ എടുത്തിട്ട് വരാം. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ ഇവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടില്ല, സമയമില്ല. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും വരും കേട്ടോ. സെക്യൂരിറ്റിയാ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവരെ ബസ് കൊണ്ടൊക്കെ കയറ്റി വരണം. അങ്കമാടിയിൽ പോകണം, പിന്നെ സാധനങ്ങൾ എടുക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് കയറി പോയിട്ടോ. അങ്ങനെ അവരെ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. വാക്സിനും പിന്നെ കേൾവി നോക്കാനും. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. പെണ്ണ് നല്ല ഉറക്കം കേട്ടോ. രാത്രിയൊക്കെ ചീത്ത, പക്ഷെ കരച്ചിലൊന്നുമില്ല ആളെ. ആൾക്ക് ഉണർന്നിങ്ങനെ കിടക്കും, അത്രേ ഉള്ളൂ. പിന്നെ വിശന്ന അറിയാമല്ലോ, വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഇപ്പം നല്ല ഉറക്കത്തിലാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. മഞ്ഞപ്പൊക്കെ മാറി ആൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ആണ് കേട്ടോ. ഞാൻ ഇന്നലെ ലിതിമോക്ക് ഡിസ്ചാർജ് കിട്ടി, കൊച്ചിന് ഇന്ന് ഡിസ്ചാർജ് കിട്ടി. അപ്പോൾ ഇന്ന് പോകാൻ നമുക്ക് പിന്നെ ഒത്തിരി ലേറ്റ് ആവില്ല വീട്ടിൽ ചെല്ലാം. അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നുള്ളൂ. അപ്പോൾ അതെന്തായാലും നന്നായി, നമുക്ക് ഓടിപ്പറഞ്ഞ് ഡിസ്ചാർജൊക്കെ ചെയ്ത് പോകണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് നാളെ അങ്ങ് സാവകാശം പോയാൽ മതി രാവിലെ. പിന്നെ അമ്മയൊക്കെ അങ്കമാടി പോയി. അങ്കമാടി പോയി എന്തിനാ മുന്നേ? അങ്കമാടി പോയി കൊച്ചിന് അതെ തന്നെ, രണ്ടാമത്തെ പെൺപിള്ളക്കുട്ടി ആയതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വക 6000 രൂപ. അതെ, 6000 രൂപ കിട്ടും. അപ്പൊ നമ്മളത് വെറുതെ കളയരുതില്ല. അപ്പൊ അതാണ്. പിന്നെ ഓരോ ആനുകൂല്യങ്ങളുണ്ട്, പെൺകുട്ടികൾക്ക് അറിയാലോ. അങ്കമാടി വഴിയൊക്കെ കിട്ടുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ അങ്കമാടിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. കൊച്ച് ജനിച്ചതും കൊച്ചിൻ്റെ പേരും അതും ഇതൊക്കെ കൊടുത്ത്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത്. ഇതിമോൾ പോകേണ്ടതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇപ്പം എന്തായാലും അങ്ങോട്ടല്ലല്ലോ പോകുന്നത്. പിന്നെ അവിടെ പോയി വന്ന് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഭാവനയും കൊണ്ട് വാക്സിനൊക്കെ എടുത്തിട്ട് വരട്ടെ. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ല. എല്ലാം ഞങ്ങൾ ഒതുക്കി പറക്കി വെച്ചേക്കാണ് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ലിതിയമ്മയും ഞാനും കൂടെ പോകും. അവളോട് വരണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞതൊക്കെ കിട്ടിയിട്ടില്ല. ഫോണിൽ ക്യാമറ ഓണാക്കാതെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലിതിമോള് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാവയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫീഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലിതിമോള് വരുന്നത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് താഴെ നിന്ന് കയറ്റിക്കൊണ്ടൊക്കെ വരണ്ടേ. അപ്പോൾ 10 തൊട്ട് 1 മണി വരെയാണ് വാക്സിൻ്റെ ടൈം. അതുപോലെ തന്നെ കേൾവീട് നോക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് വാക്സിൻ എടുത്തിട്ട് കേൾവീട് നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഞാൻ നിന്നെ ഇപ്പം അതിനാണ് വിളിച്ചത്. ആണോ? അയ്യോ, ഞാൻ അങ്ങ് പോകണം, പക്ഷെ അങ്ങോട്ട് പോകണ്ടേ. കുഴപ്പമില്ല, നീ അല്ലല്ലോ ഞാൻ എടുക്കുന്നേ. അത് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം കേട്ടോ. കുഞ്ഞു പിള്ളേരുള്ളപ്പോൾ നമ്മുടെ എനിക്കും മേടിക്കണം. കാരണം അവളെ കുറേ കൂടുതലും ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയാ. സെക്കൻഡ് മുടിയാൽ മതി, ഫസ്റ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നല്ല മുറിയെ കിടക്കണം. ഉറക്കമാണ് കേട്ടോ. പിന്നെ കുറേ പേര് കുഞ്ഞാവയെ കാണിക്കുമെന്നൊക്കെ ചോദിച്ചു. കുഞ്ഞാവയെ കാണിക്കാം കേട്ടോ. നമ്മളങ്ങനെ ഫോട്ടോ ഒന്നും എടുത്ത് അങ്ങനെയൊന്നും ഇട്ടില്ലല്ലേ. പക്ഷെ കുഞ്ഞാവയെ കാണിക്കാത്ത വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കുഞ്ഞിനെ മഞ്ഞപ്പൊക്കെ കുറച്ചുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇന്നലെ. ഫുൾ ടൈം കരച്ചിലായിരുന്നു. കരയുന്ന കേൾക്കുന്നതേ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ എന്തായാലും അതെന്തായാലും കുഞ്ഞാവയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആളെ സെറ്റാണ് കേട്ടോ. എല്ലാവരും ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. അതെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പോട്ടെ കേട്ടോ, 10 മണിയായി. നമ്മൾ PP യൂണിറ്റിൽ വന്നിട്ടാണ് ബേബിക്ക് വാക്സിൻ എടുക്കുന്നത് കേട്ടോ. കൊച്ചിന് വാക്സിൻ എടുത്ത കേട്ടോ. അപ്പം നല്ല കരച്ചിലായിരുന്നേ. ഞാൻ കയറ്റിയായി വാക്സിൻ എടുത്തത്. അപ്പോൾ കരച്ചിലായതുകൊണ്ട് ലിറ്റിമോള് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ബേബി ഉറങ്ങിയിട്ട് വേണം ചെവിയുടെ നോക്കാൻ പോകാൻ വേണ്ടി, കേൾവി നോക്കാൻ വേണ്ടി പോകാം.
അപ്പം ഞാൻ പുറത്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. നമ്മൾ കൊച്ചിനെ വാക്സിനൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു. അല്ല എന്തിനും മേടിക്കാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ചേട്ടത്തി ലിതിമോക്ക് എന്തെങ്കിലും കൊച്ചിന് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ പൈസ ഇട്ട് തന്നാ കേട്ടോ. അവരെ വീട്ടിലേക്ക് വരത്തുള്ളൂ. ലിജിമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ഇങ്ങോട്ട് കയറി വരാനൊന്നും പറ്റില്ല. ബേബീനെ അങ്ങനെ നമ്മൾ പുറത്തേക്കും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ലിജിമോളൊക്കെ വരും കേട്ടോ. അവിടെ ഇരിക്കപ്പുറതില്ല ആൾക്ക് വരാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോഴത്തേക്ക് വരും. പിന്നെ കൊച്ചിനെടുത്തേക്കുന്നത് ഒരു വാക്സിനും പിന്നെ ഒരു പോളിയോ, OPV എന്ന് പറഞ്ഞൊരു പോളിയോയും, അത് അറിയാമല്ലോ പോളിയോ എടുക്കുന്നത്. പിന്നെ ഒരു വാക്സിൻ BCG എന്ന് പറഞ്ഞൊരു വാക്സിൻ, അത് രണ്ടും എടുത്തു. പിന്നെ കേൾവിശക്തി പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം കഴിഞ്ഞു കേട്ടോ. വേഗം കഴിഞ്ഞ് നമ്മൾ ഇവിടെ കയറി വന്ന് കൊച്ചിനെ ഞാൻ മേളിലെ ലൈറ്റിൽ കൊണ്ട് കിടത്തി. മഞ്ഞപ്പ് കുറഞ്ഞാലും നമ്മൾ പുറത്ത് സൂര്യപ്രകാശനൊന്നും അങ്ങനെ കൊച്ചടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പോകുന്നവരെ സിസ്റ്റർ വന്നാട്ടോ. ഞാനെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ പറഞ്ഞു വിട്ടുപോയി. അപ്പോൾ നമ്മൾ നാളെ പോകാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് ചേട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ നമ്മൾ 10 ദിവസം നമ്മുടെ ഹോസ്പിറ്റലിൽ ഞാൻ സൈലൻ്റ് ആക്കിയല്ലോ, ഓട്ടോമാറ്റിക് സൈലൻ്റ് ആയി. അല്ലെങ്കിൽ ആദ്യയുടെ കയ്യിൽ ഇരുന്നത് സൈലൻ്റ് ആയതായിരിക്കും. ഫോൺ പൈസ ഇല്ലേ? പൈസ ഉണ്ടാവും. അല്ല, ഞാൻ പറഞ്ഞു വിട്ടത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഹൈക്കോർട്ട് ബസ്സിന് കയറാനൊക്കെ. അത് കയറിക്കോളും. അതെങ്ങനെയെങ്കിലും ഒക്കെ വരും. അപ്പം അമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മയും കൊച്ചും പോയപ്പോഴല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാവനെയും യതിമോളെ കൊണ്ട് നമ്മൾ ഇടുക്കിയിലേക്ക് തിരിച്ചു പോവാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ആരോഗ്യത്തോടെ നമ്മൾ തിരിച്ചു കൊണ്ടുപോവാണ്. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. ഇനി മുന്നോട്ട് ഈ സപ്പോർട്ട്, സ്നേഹവും കരുതലൊക്കെ ഉണ്ടാവണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മണി 6 മണിയൊക്കെ അടുത്ത് നമുക്ക് പോകാൻ പറ്റണം. ഞാൻ പോകാമെന്ന് വിചാരിച്ചാട്ടോ. പിന്നെ നാളെയും കൂടെ നിന്നാൽ നാളത്തെയും കൂടെ റൂമിൻ്റെ പൈസ കൊടുക്കണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. രാത്രിയാണ് കുറച്ചുകൂടെ പോകാൻ സുഖമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും പോവാം. എല്ലാം നല്ല രീതിയിൽ നടന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എൻ്റെ ഹെൽത്തും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്, അമ്മയും കൊച്ചും ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്, എലിക്കുട്ടിയമ്മയും ഓക്കെയാണ്. ഒരുപാട് സന്തോഷം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ നമ്മുടെ അടുത്ത് പറയുന്നതാണ്. പിന്നെ ഞാൻ കൊച്ചിനെ ലൈറ്റിൽ വെക്കുന്ന കാര്യമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബേബീനെ നമ്മൾ പോകുന്ന വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി വെക്കണം. കാരണം പുറത്തത്തെ വെയിൽ, സൂര്യപ്രകാശമൊന്നും അടിക്കാത്തില്ല. ഇളം വെയിലൊക്കെ കൊള്ളണം പിള്ളേർക്ക് ഇത് മാറി വരണമെങ്കിൽ. ശരിക്കും അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് കൊച്ചിന് വന്നാലാണ് കൊച്ചിനിങ്ങനെ മഞ്ഞപ്പ് വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ അമ്മയുടെ പാല് കുറയുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. എനിക്ക് ആദ്യമൊക്കെ പാല് കുറവായിരുന്നു. പിന്നെ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കൊച്ചൊക്കെയാണ്, എല്ലാം സെറ്റാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി വലിയ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം അമ്മച്ച് വരുമ്പോഴത്തേക്ക്. ആദ്യം നേരത്തെ പപ്പയുടെ കൂടെ വന്നായിരുന്നേ. അപ്പോൾ ഞാനും ആദ്യം കൂടെ എലിക്കുട്ടിയമ്മനെ വിളിക്കുന്നത്. എലിക്കുട്ടിയമ്മ ബസ്സിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എലിക്കുട്ടിയമ്മയെ വിളിക്കുമ്പോൾ അല്ലേ. യെസ്. അയ്യോ നടക്കും കേട്ടോ. ഞങ്ങളപ്പുറം ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുന്നുണ്ടോ. ഞങ്ങൾ അപ്പിലേക്കൂടെ കറങ്ങി കേട്ടോ വന്നത്. ക്ലോസ് ചെയ്തിട്ടേക്കോ കാണിച്ചു. എൻ്റെ ഭാഗം ക്ലോസ് ചെയ്തിട്ടേക്കോ കേട്ടോ. സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇല്ലടാതി നടപ്പൊരു രസമല്ലേടാതി. ആണെന്നാണ് സുഭാഷ് പാർക്ക്. ഇവയുണ്ട ഇപ്പോൾ പോകും. നമ്മൾ സുഭാഷ് പാർക്കിൻ്റെ പുറത്താട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇതേ വണ്ടി വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബസ് നിർത്തുന്നത്. അപ്പോൾ അവിടെ അവിടെ പോയി നോക്കാം. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. മഹാരാജാസ് കോളേജ്. കൊച്ചച്ഛൻ ഇവിടെ പഠിച്ചിറങ്ങിയടാ. അതെ, കോളേജാണ് കേട്ടോ.
ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കേട്ടോ. കോളേജിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ഇതാണ് വണ്ടി നിർത്തുന്നത്. പിന്നെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അപ്പുറം നിർത്തും. ഇവിടെയാണ് അമ്മ ഇറങ്ങുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വന്നില്ലായിരിക്കാം. അതിന് അപ്പുറം ഇറങ്ങുന്നെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കേണ്ടി വരും. പിന്നെ അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പോൾ നോക്കാം, വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിൽഡ്രൻസ് പാർക്ക് കാണാനായിട്ട് അതെ ആദ്യം പോകുന്ന വണ്ടികളൊക്കെ നോക്കിയിരിക്കും കേട്ടോ. എന്തിനാ ഈ 2 കമ്പികൾ മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഇതിൻ്റെ അത് ഇരിക്കാൻ പോലും പറ്റത്തില്ല ശരിക്കും. അമ്മ വന്നിട്ടുണ്ട്. അപ്പാ പിടിക്കണോ? അത് പുതിയ സ്റ്റുഡന്റ് വന്നത്. പുതിയ ടീച്ചർ വന്നു. അപ്പൊ അമ്മച്ചിയാണ് മഹാരാജാസിലെ. ഞാൻ ഇങ്ങോട്ടായിരുന്നു, ഞാൻ വരില്ലായിരുന്നു. ഞാൻ വന്നേനോട് മുന്നോട്ട് വന്നാൽ പോലെ നമ്മൾ അമ്മ ഇത് മഹാരാജാസ് കോളേജാ. ഇതിന് കുറച്ചങ്ങ് ഫ്രണ്ടിലേക്ക് പോകണം. അവിടെ ഇറങ്ങാൻ പറ്റില്ല, അവിടെ സ്റ്റോപ്പില്ല. പിന്നെ അങ്ങ് ചിൽഡ്രൻസ് പാർക്കിൻ്റെ അവിടെ പോകണം. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കും. നിങ്ങൾ ഇറങ്ങി നടക്കുമ്മ. റെഡി ആയിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൊച്ചുറങ്ങായതുകൊണ്ട് വണ്ടി വരാൻ കുറച്ച് ലേറ്റ് ആവുമേ. അപ്പോൾ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോയി കിടത്തേക്കാട്ടെ ലൈറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. കുറച്ച് പയ്യെ സംസാരിക്കില്ല ഞാൻ. കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു കൊണ്ടുവന്ന. അപ്പോൾ നമ്മൾ നീണ്ട 10 ദിവസത്തിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി ബാക്കിയെല്ലാം നമ്മുടെ അംഗത്തട്ടിൽ കാണും. വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യെ പോകാനൊരുങ്ങിയിരിക്കട്ടോ. റൂമിൽ വന്ന് കുഞ്ഞാവനെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കഥാനായികയോട് ചോദിക്കാം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് വേദനകളൊക്കെ സഹിക്കേണ്ടി വന്നാലും ഓപ്പറേഷൻ ആയതുകൊണ്ടാണ്. എന്നാലും അതിലേറെ വിഷമമുണ്ട്. എന്നാലും ആശുപത്രിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ. പിന്നെ വേറെയുള്ള രോഗങ്ങൾക്ക് ആശുപത്രി വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രോഗാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കടമുണ്ടെങ്കിൽ തീർക്കാം, വേറെ എന്തെങ്കിലുമൊക്കെയാണ് സഹിക്കാം നമുക്ക്. പക്ഷേ ആശുപത്രി എന്ന് പറയുമ്പോൾ കാരണം നമ്മൾ ഡിജിമോളുടെ കാര്യത്തിനൊക്കെ ആണെങ്കിലും കുറേ ഓടിയതുകൊണ്ട് പിന്നെ അച്ഛനും വയ്യാതെയൊക്കെ കിടന്നുകൊണ്ട് നമുക്കറിയാം ഹോസ്പിറ്റലിലെ അവസ്ഥകൾ എന്താണ്. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒഴിച്ച് ഇങ്ങനെ ഡെലിവറിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് സന്തോഷത്തോടെ കുഞ്ഞിനെ കൊണ്ട് പോകാം. നല്ല ഇവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ്. പിന്നെ അത് തന്നെ. പിന്നെ ഗവൺമെൻറ് ചെയ്യുന്ന നല്ല സേവനങ്ങളിലൊന്നാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല സേവനങ്ങളിലൊന്നാണ് ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം എനിക്ക് തോന്നണേ വേറെയുള്ള ഞാൻ ഈ മുമ്പത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള സർവീസാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കിടന്നിങ്ങനെ ഓടി അലയേണ്ട വന്നിട്ട് ഞങ്ങളുടെ അനുഭവമാണ്, എല്ലാവരുടെ അനുഭവം അങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒത്തിരി ഓടി ഓടി നടക്കേണ്ടതൊന്നും. ഡിസ്ചാർജ് ഒക്കെയാന്ന് പറയുന്നത് നമ്മൾ ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് അവിടെ നമുക്ക് എല്ലാ പേപ്പറുകളും അവിടുത്തെ സ്റ്റാഫിൽ. പക്ഷേ മറ്റ് ഹോസ്പിറ്റലിലാകുമ്പോൾ നമ്മൾ ഡിസ്ചാർജ് തന്നെ അവിടെ നിന്ന് മേടിക്കണം, ഇവിടെ നിന്ന് മേടിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാം താഴത്തെ നിലയിലുള്ള, അതായത് ഒറ്റ ഫ്ലോറിൽ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ടുള്ള പരിചയത്തിൽ പറഞ്ഞ കേട്ടോ. ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ എനിക്ക് തോന്നുന്നത് 3-4 ഹോസ്പിറ്റലിൽ, 5-6 ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പോൾ ലിജിക്ക് ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പം ഞാനാണ് എറണാകുളത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു 10-14 വർഷത്തോളമായി. അപ്പം ഇങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങളാകുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ എല്ലാം ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നല്ല സർവീസാണ്, നമുക്ക് ഫുഡുകൾ കറക്റ്റായിട്ട് സമയത്ത് കൊണ്ടുതരും. എല്ലാ കാര്യങ്ങളൊക്കെ നീറ്റായിട്ടായിരുന്നു. ഗവൺമെന്റിന് അതിന് വലിയ താങ്ക്സ് കേട്ടോ. ഇത് പാർട്ടി അടിസ്ഥാനത്തിലൊന്നും പറയുന്നല്ല കേട്ടോ. കാര്യം പറഞ്ഞാൽ പോയി എടുക്കുന്നത് ഇത് പഴയ വാർഡാണ്, പേവാർഡാണ്. അത് ചൂടുവെള്ളം കിട്ടില്ല. പുതിയ പേവാർഡുകളിൽ ചൂടുവെള്ളം എല്ലാ ഫെസിലിറ്റി ഉണ്ട്. അപ്പം നമ്മൾ വെച്ചാൽ കുറഞ്ഞ റേറ്റിനാണ് റൂം എടുത്തത്. നമുക്ക് അത്യാവശ്യം ഇപ്പോൾ ലിതിമോക്ക് ഉള്ള ചൂടുവെള്ളം മതിയില്ല. അപ്പം നമുക്ക് കുറച്ചൊന്ന് നടന്നു പോയി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അല്ല നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നമ്മുടെ ഒത്തിരി പൈസ ചിലവാകും. അത് തന്നെ നമ്മുടെ രോഗം മാറും, ശരിയാണ്, പെട്ടെന്ന് മാറും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നൊരു ഫീൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നല്ല സർവീസാണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത തോന്നി. എല്ലാ
ഓരോ യൂണിറ്റുകളായിട്ട് തിരിച്ചൊക്കെയാണ് ചെയ്യുന്നത്. എല്ലാ യൂണിറ്റും ഇപ്പം നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ആ ലൊക്കേഷനിലുള്ള ആ നേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ ഹെഡാണ് നമുക്കത് കറക്റ്റ് ചെയ്ത് തന്ന് നമ്മളോട് വേഗം പറഞ്ഞത്. മറ്റേ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ കിടക്കണ ആൾ സഹിതം എല്ലാവരും കൂടെ എഴുന്നേറ്റ് ചെന്ന് അവിടെ പോയി ഇവിടെ പോയി പേപ്പർ മേടിച്ച് അങ്ങനെ കുറേ ചെയ്യണം. കുറച്ച് അനുഭവങ്ങളും ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്. അത് ഇത്രയും ദിവസം എത്ര ദിവസം 10 ദിവസം ഇവിടെ വന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ അത് ഭയങ്കര ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ ഓരോ സമയം കഴിഞ്ഞു പോവാണ്. നമ്മൾ പലയിടത്ത് പോകുന്നു വരുന്നു ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ എൻ്റെ ഒരു അനുഭവം പറയാൻ കേട്ടോ. ഞാൻ ഡെലിവറി അല്ല നമുക്ക് ഓപ്പറേഷനായിട്ട് രാവിലെ നമ്മളെ ഒരു മിനിറ്റ് ആദി കുറച്ച് സൗണ്ട് കുറച്ചേടാ. ആദി ഇപ്പം നമ്മൾ ഓപ്പറേഷനായിട്ട് നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഒരു 3-4 പേരുണ്ട്. 4 അല്ല നമ്മുടെ വാർഡിലുണ്ടായിരുന്ന ഒരു 4 പേര്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേരുണ്ടായിരുന്നു. പിന്നെ വേറെ വാർഡിലുള്ള അങ്ങനെ ഒരു 9-10 പേരോളം ഉണ്ടായിരുന്നു ഓപ്പറേഷന്. അപ്പോൾ എല്ലാവരെയും കൊണ്ടിരുത്തി ഞാൻ ലേബർ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പെൺകുട്ടികൾ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം എല്ലാവരും എന്നെയും ട്രിപ്പ് ഇട്ടേക്കും, എല്ലാവരും ട്രിപ്പ് ഇട്ടു. അവർ ട്രിപ്പൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ എഴുന്നേറ്റ് ഉറങ്ങിയിട്ടൊന്നുമില്ല. നമ്മൾ മനസ്സിന് ഇച്ചിരി ധൈര്യമൊക്കെ കൊടുത്തിരിക്കണമല്ലോ. ചെറിയ BP വേരിയേഷൻ ഉണ്ട്, ഒത്തിരി വ്യത്യാസമൊന്നുമില്ല, ഒരു 130 ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി വേഗം പോയി ലേബർ റൂമിൽ കയറി പ്രസവമൊക്കെ കഴിഞ്ഞ് വന്നു. 10-20 മിനിറ്റ് പോലും താമസം എടുത്തില്ല കേട്ടോ. അതിന് പെൺകുട്ടി ഉണ്ടായി. അപ്പോൾ അതിനൊക്കെ കൊണ്ടുവന്ന് ഈ ബാക്കിയുള്ള പെൺപിള്ളേർ ഒക്കെ കാണുന്നു, അവരൊക്കെ പെൺകുട്ടികളൊക്കെ കാണുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അത് പെൺകൊച്ചാണ് കേട്ടോ. ഞാൻ വെച്ചാൽ ദൈവമേ എനിക്കൊരു പെൺകൊച്ചിനെ കിട്ടുമോ, അതാ നല്ല ഏറെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മതി. എന്നാലും പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കൊരു ഹെൽപ്പാണല്ലോ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അമ്മയ്ക്കൊരു ഹെൽപ്പ് ആയതുകൊണ്ട് എനിക്കും എൻ്റെ ഒരു ചിന്ത ഒരു പെൺകുട്ടിയായ കൊള്ളാമെന്നുള്ളൊരു പക്ഷെ കൂടുതലും കുറച്ചുകൂടെ ഒരു ഫാമിലിയിലേക്ക് ഇതാവുന്നത് പെൺകുട്ടികളായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് മനസ്സിനൊരു ഇത് അങ്ങനെയാണെന്ന്. അപ്പം ഞാനതൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ രാവിലെ ഒരു 4-4:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ടാബ്ലറ്റൊക്കെ ഒന്ന് തലേ ദിവസം ഫുഡ് കഴിക്കാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓപ്പറേഷൻ കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോഴത്തേക്കും 9 മണിയായപ്പോഴത്തേക്കും എല്ലാവരും പോയി തീർന്നു. പിന്നെ ഈ ഡെലിവറി ലേബർ റൂമിലുള്ള പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ എൻ്റെ കാര്യം മറന്നു പോയോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോഴത്തെ ഞാൻ കാണുന്ന ഡോക്ടറിൻ്റെ പേര് ശ്രുതി എന്നാണ്. നല്ല ഡോക്ടറാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇടപെടാനും ഒക്കെ നല്ലൊരു ഡോക്ടറാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് അവിടുത്തെ അതെ സ്റ്റാഫിനോട് പറഞ്ഞു വിട്ടു, എന്നെ മറന്നു പോയിട്ടുണ്ടാവും, ഒന്ന് ചോദിക്കാമോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ വന്ന സമയം 1:15 ആയി. അപ്പോഴത്തേക്കും വന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ എനിക്ക് ചിന്തയാണ്, ഇത്രയും പേരെ കൊണ്ടുപോയി 9 പേരെ അടുത്തോളം ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് എന്നെ കൊണ്ടുപോകാത്തതെന്നൊരു ചിന്തയായി. ഇരുന്ന് ടെൻഷനായി. കാരണം എന്നെ കൊണ്ടാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഇച്ചിരി വീക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെ ഓരോരോ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. എന്നെ നോക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാകും തോന്നുന്നു എന്നെ കേട്ടാത്ത. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. BP ഇത്തിരി ഉണ്ടെങ്കിലും ആ സമയത്തൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ സമയത്തുണ്ടായിരുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഒരു ടീമായിട്ട് അവർ ചെയ്യുന്നത്. അവരെല്ലാവരും കൂടി സംസാരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ മൈൻഡിനെ മാറ്റുന്നതായിരിക്കും കേട്ടോ. ഡോക്ടറാണെങ്കിലും അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളെല്ലാം വേറെ ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടി ടീമായിട്ട് ചെയ്യുന്നത് വളരെ നമുക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാമല്ലോ, എല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാം. അതൊക്കെ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഉണ്ടായേക്കാളും കൂടുതൽ എനിക്കൊരു ഇതായിട്ട് തോന്നിയത് ഈ പ്രാവശ്യം സിസേറിയൻ ചെയ്തിട്ടാണ്. നന്നായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് അവർ സംസാരിക്കുന്നതും പറയുന്നതൊക്കെ നമുക്ക് നല്ലതായിട്ട് കേൾക്കാൻ പറ്റി. നമ്മുടെ കണ്ണിങ്ങനെ വെച്ച് മൂടുമല്ലോ. അപ്പം വേഗം തന്നെ എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് മയക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാല് വെയിറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. കാല് വെയിറ്റ് 2 മുട്ട് വരെ ഇങ്ങനെ പൊക്കാൻ പറ്റുമോ എന്നൊക്കെ ഇല്ലയെന്ന് പറയുമ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വേഗം ചെയ്തു. കുഞ്ഞിനെ പുറത്തെടുത്തിട്ട് പെൺകുട്ടിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ദൈവം എൻ്റെ യേശുവെന്ന് ഞാൻ വിളിച്ചു പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മോളിൽ നിന്ന് ഇറങ്ങി വന്ന് സത്യാസമയത്ത് ഞാൻ ഒട്ടും
പ്രതീക്ഷിച്ചില്ല പെൺകുട്ടിയാണ്. പക്ഷെ എനിക്ക് കമൻറ്റിൽ ആരോ ഒരാൾ പറഞ്ഞു കണ്ടിട്ട് ബേബി ഗേളാന്ന് തോന്നുന്നു. കാരണം ഒരു 7 മാസം വരെയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയാ മുഖത്തിനൊക്കെ നല്ലൊരു ഇതുണ്ടായിരുന്നു, ഒരു ഗ്ലോ ഉണ്ടായിരുന്നു. അത് ആദ്യമായിരുന്ന സമയത്ത് ലിതിമോള എന്നിട്ട് മുഖമൊക്കെ കറുത്തിട്ട് കഴുത്തിന് ചുറ്റി കറുത്ത ഇതാണെങ്കിൽ നല്ല ഗ്ലോ വന്നിട്ട് പിമ്പിൾസ് ഒക്കെ പോയി, പിന്നെ കഴുത്തൊക്കെ നന്നായി കളറൊക്കെ വെച്ചു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാ എന്നാ ഇത് പെങ്കൊച്ച. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടാണ് കറുത്ത് ഫേസിനൊക്കെ. ചിലപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചിന്റെ ഒക്കെ അങ്ങനെ വരുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ കൊച്ചാണ് എന്ന് വിചാരിച്ചു. അപ്പൊ ദൈവം നല്ലൊരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നു. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഒരു അമ്മയ്ക്ക് അവർക്ക് ആ ഒരു എന്താ പറയണേ ഒരുക്കി നടത്താനും അങ്ങനെയൊക്കെ ഒരു തന്നെ അങ്ങനെയൊക്കെ നമ്മുടെ ചിന്ത, നമ്മുടെ ഉള്ളിലെ ചിന്തയില്ല. എല്ലാ മനുഷ്യർക്കും ഉള്ളിൽ ഓരോ ചിന്തകളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഇപ്രാവശ്യം കടന്നുപോയി. അപ്പം ആശുപത്രി എന്ന് പറയുന്നത് അല്ല, ഇപ്പോൾ വലിയ വലിയ രോഗങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ ഒരു നല്ല കാര്യമെന്ന് പറഞ്ഞു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിയാണ്. അത് നമ്മുടെ ഇവിടെ ശരിക്കും എൻജോയ് ചെയ്തു. ഭാവിക്കൊക്കെ സങ്കടം ഉണ്ടാവും കേട്ടോ. പിന്നെ വാവ ഒത്തിരി ഓടി കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അന്ന് ജോലിക്ക് പോകുന്ന സമയത്ത് വൈകുന്നേരം വന്നിട്ട് വൈകുന്നേരം വരും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ കൊണ്ടിലും വരും. പുള്ളിക്ക് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പം ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്നാ അതെ, കുറേ പേര് ഹസ്ബൻഡ് വന്നില്ലല്ലോ, എന്താ വരാത്തേ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു. ആള് ജോലിക്ക് പോയിട്ട് ഒരു 5-6 മണിയാകുമ്പോഴത്തേക്കും വരും. പിന്നെ നൈറ്റ് നിന്ന് ഒരു കുറേ നേരം കഴിഞ്ഞ് ഒരു 12 മണിക്കായിട്ടൊക്കെ പോകുന്നത്. എത്ര സമയം എടുത്ത് പോവുള്ളൂ. ജോലി ആള് കളക്ട്രേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് വേറെന്തോ പരിപാടി ഉണ്ട് കേട്ടോ. ഇന്ന് അവർക്ക് അവിടെ നിന്ന് ഒരു ടൂർണമെന്റിന് പോകുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ ഇത് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് പുള്ളി ഇവിടെ വന്ന ഡിസ്ചാർജിന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എല്ലാം തന്നിട്ട് പോയി. അപ്പൊ പോയിട്ട് ഇനി 1-ാം തീയതി വരത്തുള്ളൂ. തിരിച്ച് 1-ാം തീയതി വരുള്ളൂ. അന്നേരം വരുമ്പോൾ ഇനി വീട്ടിലോട്ട് വരത്തുള്ളൂ. പോയപ്പോൾ ആർക്ക് സങ്കടം. കാരണം നമ്മള് എന്നോട് പറഞ്ഞ് പോകണ്ടെന്ന് പറയും. പക്ഷെ ഇവിടെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അമ്മ ജോലിക്ക് പോകും. പിന്നെ ആദ്യം ഞാനും തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കൊച്ചിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ കുളിപ്പിക്കാനും പിടിക്കാനും ഒക്കെ ഇപ്പോൾ കുറച്ച് ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിപ്പം ഏലിക്കുട്ടിയമ്മയുടെ ഭാഗത്തുനിന്ന് ചെയ്തു തരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അമ്മ തന്നെ ചെയ്തത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പോരാമെന്ന് വിചാരിച്ചാണ് ഇപ്പം നമ്മൾ ഇടുക്കിയിലോട്ട് പോകുന്നത്. അപ്പം പിന്നെ നമ്മുടെ വാവ ഫുൾ സപ്പോർട്ടിനുണ്ട്. എന്തോ പറയണ സത്യം എനിക്കറിയില്ല. അപ്പൊ കുറെ പേര് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്ത് കൊടുത്ത് നമുക്ക് തിരിച്ചു തരാം. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ സഹോദരങ്ങൾ എനിക്കിനിപ്പോൾ എന്ത് വന്നാലും എൻ്റെ ഒപ്പം ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവരെൻ്റെ ഒപ്പമുണ്ട്. കാരണം ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം അതുപോലെയാണ്. അതുപോലെ സ്നേഹിച്ച് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് വരെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ലിജിമോളാണേലും ഞാനാണേലും അത്രയും ബോണ്ടിലാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അത്രയും ഒരു സ്നേഹം കരുതൽ ഞങ്ങൾ പരസ്പരം ഉണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഇപ്പോൾ അവൾക്ക് പ്രശ്നം, ലിജിമോക്ക് പ്രശ്നം വന്നാലും ഞാനുണ്ടാവും. അതുപോലെ ലിജിമോക്ക് പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. ലിജിമോക്കാണേലും ഞങ്ങളുണ്ടാവും. ഇതിപ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണേലും എന്താണേലും. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ കുഞ്ഞാച്ചി ലിജിമോക്ക് 8 വയസ്സുള്ളപ്പോഴും എനിക്ക് 7 വയസ്സുള്ളപ്പോഴും വാവ ഉണ്ടായത്. അപ്പോൾ ഇപ്പൊ എനിക്ക് കുഞ്ഞുണ്ടായി. അതുപോലെ തന്നെ അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. കാരണം അമ്മയും അച്ഛനും ജോലിക്ക് പോകും. അപ്പൊ അവളെ നോക്കിയത് കൊണ്ട് അവള് തിരിച്ചു നോക്കിയെന്നല്ല കേട്ടോ പറഞ്ഞത്. അവളങ്ങനെ നോക്കിയത് കൊണ്ടാണ് അവൾക്ക് അവളുടെ സ്കൂളിൽ കൊണ്ടാകാനും അവളെ കുഞ്ഞിലേ തന്നെ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. എനിക്ക് തോന്നുന്നു എത്ര മാസമായപ്പോ പോയമ്മ ജോലിക്ക്? 3 മാസമായപ്പോ 3 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ജോലിക്ക് പോയി. അപ്പൊ ഞങ്ങള് എന്താന്ന് വെച്ചാൽ അതെ 2 പേരും കൂടി ഞങ്ങൾ അവളെ വളർത്തിയത്. അപ്പൊ സ്കൂളിൽ പോകുന്നതാണേലും കൊണ്ടുവിടുന്നതും വരുന്നതും പിന്നെ അച്ഛൻ്റെ വീട്ടിലുള്ളൊരു ഹെൽപ്പ് കുറച്ച് അമ്മയുടെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കും. അങ്ങനെയൊക്കെയാണ് അവളെ വളർത്തിയത്. അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹവും കരുതലും അവൾക്ക് തിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവളുടെ അടുത്തുകൊണ്ട്. അപ്പം അവൾക്കൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അവളോട് തന്നെ ചോദിച്ചറിയാം. ഞാൻ ഒരു 100 പ്രാവശ്യമെങ്കിലും വിളിക്കും. കാരണം ഞാൻ ഉറങ്ങാറില്ല. അവൾക്ക് എന്തെങ്കിലും ചെറുതാണെന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ കൂടപ്പിറപ്പെന്നല്ല ഞങ്ങൾ അവിടെ കണ്ടേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അതങ്ങനെയാണ്, മകളെ പോലെ തന്നെയാണ് അവളെ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ എനിക്കാണെങ്കിൽ അത് ചെയ്തു തന്നത്. ഞാൻ നാളെ നമ്മളുടെ സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും നമുക്ക് പറ്റുന്നത് പോലെ അവൾക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കും. അത് സ്നേഹബന്ധമാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നും വളക്കാൻ പറ്റാത്തൊരു ഇതാണ് നമ്മുടെ പരസ്പരമുള്ള സ്നേഹം. അതറിയാം, നമ്മുടെ സഹോദരങ്ങളോട് നമുക്കുണ്ടാകുന്ന ആ സ്നേഹം അത് പ്രത്യേക ഒരു ഫീലാണ്. പിന്നെ വഴക്കും കാര്യങ്ങളും തല്ലിയുള്ള വഴക്കുകളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാനത് അപ്പം തന്നെ മറക്കും. പിന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വാവയോടോ അല്ലെങ്കിൽ കുഞ്ഞാച്ചയോടോ ആരും മിണ്ടാതിരിക്കുകയില്ല. അത് അങ്ങനത്തെ ഒരു, ഞാൻ എന്ത് കാര്യമാണെങ്കിലും അത് ആ സെക്കൻഡിൽ പറയും. പിന്നെ ആവശ്യം അങ്ങനെ വാവയോട് അങ്ങനെ പറഞ്ഞ് വഴക്കിടേണ്ട സാഹചര്യങ്ങൾ വാവ ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കാനാണെങ്കിലും ഞാൻ വീട്ടിലെ അമ്മച്ചോടും കുഞ്ഞാച്ചിമാരോടും ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, ഞാനത് അവരുടെ അടുത്ത് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എന്നോട് അത്രയധികം ഒരു വിശ്വാസം അവർക്കുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ പോലും അതിപ്പോൾ ഞാൻ ചോദിച്ചിട്ടേ അത് ചെയ്യത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. കുറേ പൈസ ഉണ്ടായിട്ട് കുറേ ആർഭാടമായിട്ട് ജീവിച്ചിട്ടൊന്നും അല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്തോഷങ്ങൾ. ഇപ്പം അവൾക്ക് മനസ്സിൽ ഞാൻ അവളുടെ ഒപ്പം ഉള്ളതുകൊണ്ട് അവൾക്ക് ആ ഒരു സന്തോഷം ആണ് ഇപ്പം ആ ഒരു കണ്ണീരായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഒരു സന്തോഷം അതുപോലെ എനിക്ക് ഇനിയും എന്ത് കാര്യം നല്ല കാര്യങ്ങളുണ്ടാവട്ടെ, എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് കൂടെ നിൽക്കാൻ കഴിയണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ലിജിമോക്കാണേലും എൻ്റെ അതെ എല്ലാവർക്കും ഒന്നുമില്ല. നമ്മൾക്ക് വേറെ ഒന്നുമല്ല, സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി എടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഈ ഡെലിവറിയുടെ സമയത്ത്, അതായത് ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് BP ഉണ്ടായത്. അത് ഒത്തിരി ഒന്നുമില്ല, ഒരു 125 അങ്ങനെ 130 അങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിരുന്നു എന്ന് വെച്ചത്. അപ്പോൾ ഒത്തിരി ഓവർ ഇതാവാറുണ്ടാവും വിചാരിച്ചിട്ടാണ് ഡോക്ടർ അന്ന് തൊട്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതും. നല്ല ഡോക്ടറാണ് കേട്ടോ സുജി ഡോക്ടർ, നല്ല ഗൈനക്കോളജിയാണ് ഇവിടുത്തെ, നല്ല ഡോക്ടറാണ്. നല്ല പെരുമാറ്റമാണ് നമ്മുടെ ഡോക്ടർമാർ നമ്മളോട് കാണിക്കുന്ന, നല്ല പെരുമാറ്റമാണ്. നമുക്ക് എപ്പോഴും ഒരു നമ്മുടെ മനസ്സിൽ അവരോട് ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ദൈവത്തിൻ്റെ സ്ഥാനത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ കാണേണ്ടത്. അപ്പം അങ്ങനെയാണ്. പിന്നെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ പറഞ്ഞപ്പോൾ വിഷയം അപ്പൊ അതൊക്കെയാണ് സ്നേഹം. അതന്നെ സ്നേഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറെ പൈസയുടെ കാര്യത്തിലല്ല സ്നേഹം. പൈസ എന്ന് പറഞ്ഞാൽ ഇത്ര സാഹചര്യത്തിലൂടെ കടന്നു വരാൻ നമ്മൾ ആ കറക്റ്റ് സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത് ദൈവം നടത്തുന്നുണ്ട്. പൈസ ആണെങ്കിലും കൃത്യമായിട്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ കറക്റ്റ് സമയത്ത് നടത്തുന്നുണ്ട്. ഇനി അതുപോലെ മുമ്പോട്ട് പോട്ടെ. ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും സൗഹൃദമാകും, റെഡിയാകും. ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിനെ പോകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇനി അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ ക്ലൈമറ്റിന്റെ ഒരു പ്രശ്നം, നല്ല തണുപ്പായിരിക്കും. അപ്പൊ കുഞ്ഞിനായിട്ട് നമ്മൾ സേവ് ചെയ്ത് എങ്ങനെയും നമ്മൾ അവിടെ എത്തണം. അത് തന്നെ നമ്മളിവിടെ നിന്ന് നേര്യമംഗലം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ മഴയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഇന്ന് മഴയാണെങ്കിൽ നാളെ എനിക്ക് പനിയായിരിക്കും. കാരണം അത്രയധികം തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഭാവിക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നത്. എനിക്കിപ്പോ ഇവിടെ വരുമ്പോൾ ഒരു പ്രശ്നമില്ല. ഞങ്ങളുടെ ചാച്ചൻ്റെ ചെറിയ തണുപ്പൊക്കെ ആകുമ്പോൾ അത് തന്നെയാണ് ലിജിമോക്കും എനിക്കും ഭാവിക്കും ഒക്കെ കിട്ടിയേക്കുന്നത്. അതെ, തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജലദോഷം ഉണ്ടാവും, അങ്ങനത്തെ കേട്ടോ. പക്ഷെ ചൂടാണെങ്കിൽ എന്തോ ഒരു ചൂടിരിക്കുന്നതിന് ഒരു പ്രശ്നം. നട്ടുവെയിലത്താ ഞാൻ കുട പോലും ഇല്ലാണ്ട് നടക്കുന്നത്. പക്ഷെ അതൊരു പ്രശ്നമല്ല, വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാം ഓക്കെ അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം എന്തായാലും നമ്മൾ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമൊക്കെ നമ്മൾ പിന്നെ കാണുന്നതായിരിക്കും. അതെ. പിന്നെ ഇന്നലെ ഞങ്ങളുടെ ആച്ചൻ്റെ 6ാമത്തെ ചരമവാർഷികമായിരുന്നു. നമുക്ക് പ്രാർത്ഥനയൊന്നും വെക്കാൻ പറ്റും. ഞങ്ങൾ എല്ലാ വർഷവും പ്രാർത്ഥനയൊക്കെ വെക്കുന്നതാണ്. പിന്നെ ആദ്യത്തെ വർഷം നമ്മൾ പ്രാർത്ഥന വെച്ചു. പിന്നെ രണ്ടാമത്തെ വർഷം ലിജിമോക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ അതുകൊണ്ട് വയ്ക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം 6ാമത്തെ വർഷം തുടങ്ങിയപ്പോഴും നമുക്ക് പറ്റി. കാരണം ഞാൻ സത്യം പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എൻ്റെ അച്ഛനെ വരെ ഞാൻ ഓർത്തുപോയി. നമുക്ക് നല്ല സ്നേഹം തന്നു വളർത്തിയൊരു പിതാവായിരുന്നു. അപ്പം എന്താ പറയണേ, സങ്കടം വരും കേട്ടോ. കാരണം എനിക്കൊരു സന്തോഷം വന്നപ്പോൾ അച്ഛൻ കൂടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കരയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ
പിതാവും മാതാവും ഒക്കെയാണ് നമ്മുടെ ലൈഫിൽ അവരുള്ളിടത്തോളം കാലം നമുക്ക് എന്താ പറയാ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ട്. അവരാണ് നമുക്ക് ഏറ്റവും നമുക്ക് ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമ്മളെ ചേർത്ത് നിൽക്കാനുള്ള 2 ആൾക്കാർ അവര് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ. അപ്പൊ എന്റെ ബാക്കി പറഞ്ഞു നമ്മൾ ഓരോന്ന് പറഞ്ഞു കാട് ഞാൻ എന്തെങ്കിലും കാടല്ല നമ്മളുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുള്ളൂ. അപ്പൊ ഞങ്ങള് ഇന്ന് പോകുന്നത് നമ്മുടെ ഹസ്ബൻഡിന്റെ ചേട്ടന്റെ മകനാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ കുഞ്ഞാനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനിയുള്ള അടുത്ത വീഡിയോകളിലൊക്കെ നമ്മൾ സംസാരിക്കാം. നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതെ. അപ്പൊ എല്ലാവരും നിങ്ങൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാളും തന്ന ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾ ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നവർ, അത്രയും പേര് പ്രാർത്ഥന ഉണ്ടെന്ന് പറയുമ്പോൾ അത്രയും ഒരു സന്തോഷം, അത് വലിയ സന്തോഷമായിട്ടോ. അതാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപകാരം. നല്ലതിനും ചീത്തയ്ക്കും നമ്മൾ ഉപയോഗിക്കും. അപ്പൊ നല്ലതിനാണെങ്കിൽ അത് നമ്മുടെ കൂടെ നിൽക്കാൻ 1000 പേരുണ്ടാവും. 1000 ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ നല്ലതിനാണെങ്കിൽ ഒത്തിരി പേരുണ്ടാവും. കൊണ്ടില്ലാത്തതിനൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യണം അല്ലേ. അപ്പം അതൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യാൻ പോവാണ് സ്ട്രോങ് ആയിട്ടിരുന്ന്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്, സെറ്റായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ലീവായിരുന്നു. ഇനിയിപ്പോൾ വർക്കിന് കയറണം. അതും ഇതുമെല്ലാം ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും. എന്നാൽ പോലും ഞാൻ വീഡിയോ ഇടും. കാരണം നമ്മുടെ കാര്യങ്ങൾ അറിയാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷരായിട്ട് ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി പറഞ്ഞ് കാട് കയറുന്നില്ല. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണുക. നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഓക്കെ, ബൈ.